ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 163 ഹദീസ്. ഹദ്ദസന അഹ്മദ് ബിൻ ഇബ്രാഹിം അദ്ദൗറഖി വസലമത്ത് ബിൻ ശബീബിൻ വമഹ്മൂദ് ബിൻ ഗൈലാന ഖാലു, ഇവരെല്ലാവരും പറഞ്ഞു, ഹദ്ദസന അബൂ ഉസാമത്ത അൻ ഹിശാം ബിൻ ഉർവത്ത അൻ അബീഹി അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, യുഹിബ്ബുൽ ഹൽവാ, മധുരപലഹാരം ഇഷ്ടപ്പെടുന്നവരായിരുന്നു, വൽ അസല, തേനിനെയും ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഹൽവാ എന്ന് പറഞ്ഞാൽ കുല്ലു മാ ഫീഹി ഹലാവത്തുന്നാണ്. മധുരമുള്ള ഏതു വസ്തുക്കൾക്കും പറയുന്ന പേരാണ്. ഹൽവ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇവിടെ മധുരപലഹാരം എന്നാണ്. അസൽ എന്ന് പറഞ്ഞ തേനാണ്. അപ്പോൾ ആമിൻ്റെ മേല് ഖാസിനെ അത്ഫ് ചെയ്തിട്ടാണ് ഇവിടെ. നൂറ്റി 64 ഹദീസ്. ഹദ്ദസനൽ ഹസൻ ബിൻ മുഹമ്മദിൻ الزعفراني قال حدثنا الحجاج بن محمد قال ابن جريج ഇബ്നു ജുറൈജ് എന്നവർ പറയുന്നു, അഖ്ബറനി മുഹമ്മദ് ബിൻ യൂസുഫ അന്ന അതാ ബിൻ യസാരിൻ അഖ്ബറഹു അന്ന ഉമ്മ സലമത അഖ്ബറതുഹു. അതാ ബിൻ യസാർ ഈ മുഹമ്മദ് ബിൻ യൂസുഫ് എന്നവരോട് വിവരം പറഞ്ഞു കൊടുത്തു. എന്ത്? ഉമ്മ സലമത്ത് എന്നവര് അവർക്ക് വിവരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നഹ, നിശ്ചയം ഉമ്മു സലമ ബീവി, ഖറബത്ത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിച്ചു നൽകി. ജംബൻ മശ്വിയൻ, ഒരു ചുട്ട കുറകിനെ, ചണ്ണ, ഊര എന്നൊക്കെ പറയും. അകല മിന്നു, അങ്ങനെ റസൂലുള്ള അതിൽ നിന്ന് ഭക്ഷിച്ചു. ആടിൻ്റെ ഈ ചണ്ണ, അതായത് കക്ഷത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഒന്ന്, അത് ചണ്ണ വരെ ഊര വരെ നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു കഷ്ണം, അതിന് കുറക് എന്നൊക്കെ പറയാം. അങ്ങനെ അകല മിന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു. സുമ്മ ഖാമ ഇല സ്വലാത്തി, പിന്നെ റസൂലുള്ള നമസ്കാരത്തിലേക്ക് നിന്നു. വമാ തവല്ലഅ, റസൂലുള്ള വുളൂ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ചുട്ട ആടിൻ്റെ കുറക് ഭക്ഷിച്ച് വുളൂള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ വുളൂ ചെയ്യാതെയാണ് നമസ്കാരം നിർവഹിച്ചത്. ഇതില് നമ്മുടെ മദ്ഹബിൽ ഈ തീ സ്പർശിച്ച ഒരു വസ്തു തിന്നാൽ വുളൂ മുറിയൂല, വുളൂ ചെയ്യൽ നിർബന്ധമില്ല അതിൻ്റെ പേരിൽ നമസ്കരിക്കണമെങ്കിൽ എന്ന നമ്മുടെ മദ്ഹബിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇനി ഒട്ടകത്തിൻ്റെ മാംസം തിന്നാൽ വുളൂ നിർബന്ധമാണ് എന്ന് ചില മദ്ഹബുകളിലുണ്ട്. ഇമാം നബവി റഹ്മഹുല്ലാ അതിനെ മുഖ്താറാക്കിയിട്ടുണ്ട്, മദ്ഹബിൽ പ്രബലമല്ലെങ്കിലും. നൂറ്റി 66 ഹദീസ്. حدثنا محمود بن غيلان قال حدثنا وقيع قال حدثنا مسعر عن أبي صخرة جامع بن شداد عن المغيرة بن عبد الله عن المغيرة بن الشعبة أنه قال ضفت مع رسول الله صلى الله عليه وسلم ذات ليلة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഞാൻ ഒരു റജുലിൻ്റെ, ഒരു വ്യക്തിയുടെ അതിഥിയായി ഒരു രാത്രിയിൽ.
എന്ന് പറഞ്ഞാൽ നസൽത്തു മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈഫൈനി അലാ ഇൻസാനിൻ, റസൂറുള്ളാഹിയോട് കൂടെ രണ്ട് അതിഥികളായി ഞാൻ ഇറങ്ങി ഒരു മനുഷ്യൻ്റെ മേൽ, ഫി ലൈലത്തിൻ മിനൽ ലയാലി, ചില രാത്രികളിൽ. ഇവിടെ ലിഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ റസൂറുള്ളാനെ ആതിഥ്യമരുളി എന്ന അർത്ഥമല്ല. അങ്ങനെ ചില അർത്ഥം പറഞ്ഞവരുണ്ട്, അത് ശരിയല്ല എന്നാണ്. ഇവിടെ റസൂലുള്ളാഹിയോട് കൂടെ ഞാൻ ഒരു വ്യക്തിയുടെ അതിഥിയായി, ഞാനും റസൂലുള്ളാഹിയും. അങ്ങനെ ഫഉത്തിയാ ബി ജംബിൻ മസ്വിയിൻ, കൊണ്ടുവരപ്പെട്ടു, ചുട്ട ഒരു കുറകിനെ കൊണ്ടുവരപ്പെട്ടു റസൂലുള്ളാഹിയിലേക്ക്. സുമ്മ അഖദ ശഫ്രത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ കത്തിയെ പിടിച്ചു. ശഫ്രത്ത് എന്ന് പറഞ്ഞാൽ അസ്സിക്കീനുൽ അലീമു എന്നർത്ഥമുണ്ട്, വലിയ കത്തി. വഹിയ അസ്സിക്കീനുൽ അരീലു, വീതിയുള്ള ഒരു കത്തി. അപ്പോൾ അങ്ങനെയും അർത്ഥമുണ്ട്. ഏതായാലും ഒരു കത്തി എടുത്തു. ഫജഅല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. യഹുസ്സു, യഖ്തഉ എന്നർത്ഥം, ആ മാംസം മുറിക്കാൻ ആരംഭിച്ചു. യഖ്തഉ. ഫഹസ്സലി ബിഹാ മിൻഹു, ആ കത്തി കൊണ്ട് എനിക്ക് നബി തങ്ങൾ മുറിച്ചു തന്നു. മിൻഹു, ഇതിൽ നിന്ന്. ഈ മുഗീറത്ത് ബിനു ശുഅബ പറയാൻ റളിയല്ലാഹു അൻഹു, ഖാല, അവർ പറയുന്നു, ഫജാഅ ബിലാലുൻ, മുഗീറത്ത് ബിനു ശുഅബ പറയാണ്, ആ സമയത്ത് ഇങ്ങനെ നബി തങ്ങൾ അതിൽ നിന്ന് മാംസം മുറിച്ചെടുത്തു ഭക്ഷിക്കുന്നു, എനിക്കും മുറിച്ചു തന്നു. ആ സമയത്ത് പെട്ടെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. യുഅ്ദിനുഹു ബിസ്സലാത്തി, നബി തങ്ങളോട് നമസ്കാരം കൊണ്ട് അറിയിക്കുന്നവരായിട്ട്, നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിച്ചു കൊണ്ടാണ് വന്നത്. ഫഅൽഖ ശഫ്രത, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശഫ്രത്തിനെ, ആ വലിയ കത്തിയെ അവിടെ ഇട്ടു. അങ്ങനെ ഫഖാല, റസൂലുള്ള പറഞ്ഞു, മാലഹു, ഈ ബിലാലിന് എന്തേ സംഭവിച്ചത്? സരിബത്ത് യദാഹു, അവർ എന്തു പണിയാ എടുത്തത്? അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഭക്ഷണത്തിൻ്റെ ഹളറത്തിലാണ് റസൂലുള്ള ഉള്ളത്. ആ സമയത്ത് കൊണ്ട് നമസ്കാരം സമയമായി എന്ന് അറിയിച്ചില്ലേ, അത് ശരിയായ നടപടി അല്ല എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെര്യപ്പെടുത്തുകയാണ് ഈ വാക്കിലൂടെ. അതല്ലാതെ കേടുകൊണ്ട് ദുആ ചെയ്തതല്ല ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. വൽ മഖ്സൂദ് മിൻഹു ഹുന അസ്സജ്റു അൻ ദാലിക, അല്ലാതെ ലാ ഹഖീഖത്തു ദുആഇ അലൈഹി. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കരിഹ മിന്നു, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വെറുത്തു, ഇഷ്ടമില്ലാതെയായി. ഇലാമഹു ബിസ്സലാത്തി ബി ഹളറത്തി തആമി, ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നിസ്കാരം അറിയിച്ച കാര്യം. വസ്സലാത്തു ബി ഹളറത്തി തആമിൻ തതൂഖു ഇലൈഹി നഫ്സു മക്രൂഹത്തുൻ, ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഭക്ഷണം ഉള്ളപ്പോൾ അതിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണല്ലോ. അതോടൊപ്പം മഅമാഫി ദാലിക മിൻ ഈദാഇൽ മളീഫി, ഇവിടെ മുളീഫി, ഈ അതിഥി സൽക്കരിക്കുന്ന ആ അതിഥിയെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതുണ്ടല്ലോ അവിടെ.
അപ്പം അങ്ങനെ ഇവരെ സൽക്കരിക്കുന്ന ആ ആളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു വിഷയം അവിടെയുണ്ട്. അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് റസൂലുള്ളാഹി ഈ വാക്ക് പ്രയോഗിച്ചത് എന്നാണ്. ഖാല, ഈ മുഈറത്ത് ബിൻ ശുഅബ പറയാണ്, എന്നാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ഒട്ടകത്തിൻ്റെ മാംസമോ അതല്ലെങ്കിൽ ചുട്ട ആടിൻ്റെ മാംസമോ ഒക്കെ കഴിച്ചാൽ വുളൂ ചെയ്യൽ, തീ സ്പർശിച്ച ഏതു വസ്തു ഭക്ഷിച്ചാലും അതിൻ്റെ ശേഷം വുളൂ ചെയ്യൽ, വുളൂ ഉള്ള ആളുകൾ പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. ഒരു ഖിലാഫിനെ മുറാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ. അത് ഏതുപോലെ അമ്രദിനെ സ്പർശിച്ചാൽ വുളൂ മുറിയൂല, പക്ഷേ വുളൂ സുന്നത്തുണ്ട്. മുടി, നഖം, പല്ല്, ശവം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ സ്പർശിച്ചാൽ, ഇനി അതുപോലെ ഉറങ്ങി അവൻ്റെ ഇരിപ്പിടത്തെ നല്ല ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയാൽ വുളൂ മുറിയില്ല എന്നാണല്ലോ, എന്നാലും വുളൂ എടുക്കൽ സുന്നത്താണ്. ഇങ്ങനെയൊക്കെ ഖിലാഫുള്ളത് കൊണ്ടാണ് വുളൂ ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞത്. അഷ്റഫുൽ വസായിൽ 225. ഹദ്ദസന ഖുതൈബത്തു, അടുത്ത ഹദീസ്. ഹദ്ദസന ബിനു ലഹിഅത അൻ സുലൈമാന ബിൻ സിയാദിൻ അൻ അബ്ദില്ലാഹി ബിനിൽ ഹാരിസി ഖാല അക്കൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഭക്ഷിച്ചു. ശിവാഅൻ, ചുട്ട മാംസത്തെ, ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുകൊണ്ട്. ഷവായ കഴിച്ചു, പള്ളിയിൽ വെച്ചുകൊണ്ട്. അപ്പം ഇത് പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. ഒറ്റക്കായും കൂട്ടമായിട്ടുമൊക്കെ അത് ജായിസാണെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നാൽ ജായിസാണെന്ന് പറഞ്ഞത് ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ പള്ളിയെ മ്ലേച്ഛമാക്കുന്ന ഒരവസ്ഥ സംജാതമായിട്ടില്ലെങ്കിലാണ്. അങ്ങനെ വന്നാൽ അത് ഹറാമുമാണ്. അഷ്റഫുൽ വസായിൽ 226. വകാന ശാരിബുഹു ഖദ് വഫ. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മീശ ഖദ് വഫ എന്ന് പറഞ്ഞാൽ അത് നീണ്ട് ചുണ്ടിൻ്റെ മേൽ വെളിവായിരിക്കുന്നു എന്നാണ്. ഖദ് വഫ എന്ന് പറഞ്ഞാൽ ഖദ് ത്വാല വ അഷ്റഫ അലാ ഫമിഹി എന്നർത്ഥം. ഫഖാല ലഹു, അപ്പോൾ റസൂലുള്ളാഹ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഖുസ്സുഹു ലക അലാ സിവാക്കിൻ ഔ ഖുസ്സുഹു അലാ സിവാക്കിൻ, നിനക്ക് വേണ്ടി ഞാൻ ആ മീശയെ വെട്ടിത്തരാം. അലാ സിവാക്കിൻ, മിസ്വാക്കിൻ്റെ മേലായിട്ട് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഔ ഖുസ്സുഹു അലാ സിവാക്കിൻ, നീ ആ മീശയെ വെട്ടണം മിസ്വാക്കിൻ്റെ മേലായിക്കൊണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ യൂലഉ സിവാക്കു തഹത്ത ഷാരിബി, മീശയുടെ താഴെ മിസ്വാക്കിനെ വെക്കപ്പെടുക. എന്നിട്ട് സുമ്മ ഖുസ്സുഹു, നീ ആ മീശയെ വെട്ടിക്കോ. മാ ഫദുല അനി സിവാക്കി, മിസ്വാക്ക് വെച്ചിട്ട് അതിനെ തൊട്ട് അധികമായി നിൽക്കുന്ന ഭാഗം മുറിച്ചെടുക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് അല്ലാ തതഅദ്ദ ഷഫത്തു ബിഹി മിനൽ ഖസ്സി, ഇത് വെട്ടുമ്പോൾ ഈ വെട്ടൽ കൊണ്ട് ചുണ്ടിന് പ്രയാസങ്ങളൊന്നും വരരുത് എന്ന് വെച്ചിട്ടാണ് അവിടെ ഒരു മിസ്വാക്ക് വെക്കുന്നത്. നമ്മൾ ചീർപ്പൊക്കെ വെച്ച് വെട്ടുന്നത് പോലെ റസൂൽ അന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഒന്നുകിൽ ഞാൻ ചെയ്ത് തരാം, പിന്നെ ഞാൻ വെട്ടിത്തരാം, അതല്ലെങ്കിൽ റാബിക്ക് സംശയം, നീ കണ്ട് വെട്ടിക്കളാ. ഇങ്ങനെ ഇത് മുഗീറത്ത് എന്നവർക്ക് ഉള്ള ഒരു ശക്കാണ്. റസൂൽ എങ്ങനെ പറയാണോ ചെയ്തത്, അതല്ല ഞാൻ വെട്ടിത്തരാമെന്ന് മുത്തക്കല്ലിമിൻ്റെ ലമീമിനെ ഫീലായിട്ട് അങ്ങനെയാണോ പറഞ്ഞത്, അതല്ല അമ്രായിട്ട് നീ വെട്ടിക്കോ
എന്ന നിലക്കാണോ പറഞ്ഞത് എന്നൊരു സംശയം. മീശ വെട്ടുമ്പോൾ വയുന്തബുൽ ഇബ്തിദാഉ ബി ഖസ്സിൽ ജിഹത്തിൽ യുംന മിന ശാരിബീന, മീശയിൽ നിന്ന് വലതുഭാഗത്തെ വെട്ടൽ കൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ്. മീശ വെട്ടലാണ് അഫ്ളൽ, ഹൽക്കല്ല. അടുത്ത ഹദീസ് ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബശാരിൻ ഖാല ഹദ്ദസനാ അബൂ ദാവൂദ് അൻ സുഹൈരിൻ യഅനി ബിൻ മുഹമ്മദ്. സുഹൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു മുഹമ്മദാണ്. അൻ അബീ ഇസ്ഹാഖ് അൻ സഅദ് ബിൻ ഇയാദ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാൽ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു, യുഅജിബുഹു ദിറാഉ, റസൂലുള്ളാഹിക്ക് ഈ ആടിൻ്റെ മുഴങ്കൈ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഖാല, അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, വസുമ്മ ഫി ദിറാഇ, ഈ മുഴങ്കൈയിലാണ് റസൂലുള്ളാഹിക്ക് വിഷമാക്കപ്പെട്ടത്. റസൂലുള്ളാഹിക്ക് വിഷം പുരട്ടിയ ഒരു ആടിൻ്റെ കുറക് ഈ കൈഭാഗം കൊടുത്തല്ലോ, അത് ഖൈബറിൻ്റെ അവിടെ വെച്ച സംഭവം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അതിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചു. പക്ഷേ ഫഅഖ്ബറഹു ദിറാഉ ഔ ജിബ്രീലു അൽ ഖിലാഫിൽ മശ്ഹൂരി, ഈ ആടിൻ്റെ ഈ കൈ തന്നെ റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞു, അതല്ലെങ്കിൽ ജിബ്രീൽ പറഞ്ഞു. അവിടെ അറിയപ്പെട്ട ഖിലാഫുണ്ട് ആരാ പറഞ്ഞത് എന്നുള്ളതിൽ. വജുമിഅ ബി അന്ന ദിറാഅ അഖ്ബറതുഹു അവലൻ, ഈ മുഴങ്കൈ ആദ്യം റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞു. സുമ്മ അഖ്ബറഹു ജിബ്രീലു ബിദാലിക തസ്ദീഖൻ ലഹ, പിന്നെ ഈ കുറക് പറഞ്ഞത്, ഈ കൈ, ഈ മുഴങ്കൈ, ആടിൻ്റെ മുഴങ്കൈ റസൂലുള്ളാഹിനോട് എന്നിൽ വിഷം ഊട്ടിയിട്ടുണ്ട്, വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞതിനെ ജിബ്രീൽ അലൈഹിസ്സലാം വാസ്തവമാക്കി. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതിന്. ഫതറക്കഹു, അപ്പോൾ റസൂലുള്ളാഹി അതിനെ ഒഴിവാക്കിയെന്നാണ്. വലം യളുറഹു സുമ്മു, ആ വിഷം റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഫഫീ ദാലിക മാ അദ്ഹറഹുല്ലാഹു മിൻ മുഅ്ജിസാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ റസൂലുള്ളാഹിൻ്റെ ഒരു പ്രകടമായ മുഅ്ജിസത്താണ്. മിൻ തക്ലീമി ദിറാഇ ലഹു, ഈ ആടിൻ്റെ കൈ റസൂലുള്ളാഹിനോട് സംസാരിച്ചു. വ അദ്മി തഅ്സീരി അസുമ്മി ഫീഹി ആല, റസൂലുള്ളാഹിൽ ആ വിഷം ഈ സന്ദർഭത്തിൽ യാതൊരു ഫലവും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. വഫീ റിവായത്തിൻ ലം തസൽ ഉഖ്ലുതു ഖൈബറ തുആബിദുനി, ഒരു റിവായത്തിലുണ്ട്, ഈ ഖൈബറിൽ വെച്ച് ആ തിന്ന ഒരു പിടി ഭക്ഷണം ആയി തുആബിദുനി, എന്നെങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഹത്ത ഖത്തഅത്ത് അബ്ഹരി, അത് എൻ്റെ ഒരു കണ്ടനാടിയെ, എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തധമനിയെ അത് മുറിച്ചു എന്നാണ്. അത് അത്രയും റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തി. കാന യഊദു അലൈഹി വയർജിഉ ഇലൈഹി ഹത്താ ഖത്തഅത്ത് അബ്ഹറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പിന്നെ മടങ്ങി വന്നു. ആ വിഷത്തിൻ്റെ പ്രയാസങ്ങൾ അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ആ ഞരമ്പിനെ, രക്തധമനി, രക്തം ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം ഒഴുകുന്ന ഞരമ്പിനെ അത് മുറിച്ചു എന്നാണ്. വഹുവ അർഖും മുസ്തബത്തിനും ബി സുൽബി മുത്തസിലും ബിൽ ഖൽബി എന്നാണ്. മുതുകിൻ്റെ ഭാഗത്തോട് ചേർന്ന് ഉള്ളിലുള്ള ഹൃദയത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു ഞരമ്പാണ്. ഇതങ്കത്ത മാത്ത സാഹിബുഹു, അത് മുറിഞ്ഞ ആ വ്യക്തി തന്നെ മരണപ്പെടും എന്നാണ്. ഇവിടെ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പ്രവാചകത്വവും അതുപോലെ തന്നെ ഒരു ഷഹീദും, ഷഹാദത്തും, ഷഹീദായി മരിക്കുക എന്നുള്ളതും കൂടി റസൂലുള്ളാഹിക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷത്തിൻ്റെ പ്രയാസം റസൂലുള്ളാഹിക്ക് അവസാന സമയത്ത് ഉണ്ടായി എന്നുള്ളത്. 167 ഹദീസ്
حدثنا واصل بن عبد الأعلى قال حدثنا محمد بن فضيل عن أبي حيان التيمي عن أبي زرعة عن أبي هريرة رضي الله عنه وعنهم أنه قال അബി ഹുറൈറ തങ്ങൾ പറയുന്നു ഉത്തിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് കൊണ്ടുവരപ്പെട്ടു ബില്ലഹമിൻ മാംസത്തെ ഫറുഫിഅ ഇലൈഹി ദിറാഉ അങ്ങനെ റസൂലുള്ളാഹിനെ കൊള്ള ദിറാഇനെ ഉയർത്തപ്പെട്ടു. ദിറാ എന്ന് പറഞ്ഞാൽ മുഴങ്കയ്യിനെ ഉയർത്തപ്പെട്ടു. മുട്ടുമുതൽ വിരലിൻ്റെ ആ തെല്ല് വരെയുള്ള ഭാഗം, ഇതാണ് ദിറാ. അപ്പോൾ ഇത് കൊണ്ടുവരപ്പെട്ടു ഒരു ആടിൻ്റെ. വക്കാനത്ത് ഈ ദിറാ തുഅജിബുഹു റസൂലുള്ളാഹിക്ക് അത് വളരെ ഇഷ്ടമുള്ളതാണ്. കാരണം വേവിച്ചാൽ വളരെ നല്ല ഭക്ഷണമായി കിട്ടും അത്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫനഹസ റസൂലുള്ളാഹ് ഈ മാംസത്തെ തൻ്റെ പല്ലുകളുടെ തലകളെ കൊണ്ട് പിടിക്കുന്നവരായി പല്ലിൻ്റെ തല കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തു. മിൻഹ ഈ ദിറായിൽ നിന്ന്, ഈ മുഴങ്കൈയിൽ നിന്ന്. നഹസ് എന്ന് പറഞ്ഞ അഹദു ലഹമി ബി അത്രാഫിൽ അസ്നാനി എന്ന പല്ലുകളുടെ തെല്ലുകളെ കൊണ്ട് മാംസം എടുക്കുക. നഹഷ് എന്ന് സീനിൻ്റെ അവിടെ പുള്ളിയിട്ട് ഷീനാണെങ്കിൽ അത് ബി ജമീഇഹ പല്ലുകൾ മുഴുവൻ കൊണ്ടും മാംസം പറിച്ചെടുക്കുന്നതിനാണ് നഹഷ് എന്ന് പറയുക. വഖീല ലാ ഫർഖ ബൈനഹുമ ഒരു വീക്ഷണം നഹസ് എന്നായാലും നഹഷ് എന്നായാലും രണ്ടായാലും പിന്നെ ലാ ഫർഖ ബൈനഹുമ വ്യത്യാസമില്ല. അവിടെ ഈ എല്ലിൻ്റെ മേലുള്ള മാംസം പല്ലിൻ്റെ തലകളെ കൊണ്ട് പറിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഏതായാലും അങ്ങനെയാണ് റസൂലുള്ളാഹി ചെയ്തത്. വകാന യറ ഈ ഇബ്നു മസ്ഊദ് തങ്ങളായിരുന്നു യറ. ഇബ്നു മസ്ഊദ് തങ്ങൾ യുറ അതല്ലെങ്കിൽ യറ. അവര് വിചാരിക്കുന്നത് അന്നൽ യഹൂദ സമ്മൂഹു യഹൂദികളാണ് ഈ ആടിൻ്റെ കയ്യിൽ വിഷം പുരട്ടി അങ്ങനെ വേവിച്ച് റസൂലുള്ളാഹിനെ ഭക്ഷിപ്പിച്ചത് എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അടുത്ത 169 ഹദീസ് ഹദ്ദസന മുഹമ്മദ് ബിനു ബഷാരിൻ ഖാല ഹദ്ദസന മുസ്ലിം ബിനു ഇബ്രാഹിം ഖാല ഹദ്ദസന അബാൻ ബിനു യസീദ അൻ ഖതാദത അൻ ശഹീദ് ബിൻ ഹൗശബ് അൻ അബി ഉബൈദ റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാല തബിഖ്തു അബി ഉബൈദ എന്നവർ പറയാണ് തബഖ്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് ഞാൻ വേവിച്ചു കൊടുത്തു. ഖിദ്റൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഒരു ചട്ടിയിൽ ഞാൻ വേവിച്ചു നൽകി എന്നാണ്. ഭക്ഷണം വേവിക്കുന്ന ഒരു ചട്ടിക്കാണ് ഖിദ്ർ എന്ന് പറയാം. വഖദ് കാന യുഅജിബുഹു ദിറാഉ നിശ്ചയം റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതായിരുന്നു ഈ ആടിൻ്റെ കയ്യ്. അങ്ങനെ ഫനാബൽതുഹു ദിറാഅ റസൂലുള്ളാഹിക്ക് ഞാൻ ആടിൻ്റെ കയ്യിനെ എടുത്തു നൽകി. അത് ഭക്ഷിക്കൽ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ നാവിൽനി അദ്ദിറാ എനിക്ക് ഒരു കയ്യിനെയും കൂടി നീ എടുത്തു കൊണ്ടുവാ. ഫനാബൽതുഹു അപ്പം ഞാൻ വീണ്ടും അതിനെ റസൂലുള്ളാഹിക്ക് അടുത്ത കയ്യിനെയും കൊടുത്തു. സുമ്മ ഖാല പിന്നെയും റസൂലുള്ളാഹി പറഞ്ഞു നാവിൽനി ദിറാ എനിക്ക് ഈ കയ്യിനെ മുഴങ്കയ്യിനെ ആടിൻ്റെ മുഴങ്കയ്യിനെ എനിക്ക് എടുത്തു നൽകി കൊണ്ടുപോവാ. ഫഖുൽതു അപ്പം ഞാൻ ചോദിച്ചു, ആര് അബീ ഉബൈദ എന്നൊരു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അള്ളാഹിൻ്റെ പ്രവാചകരെ വക്കം ലിശാത്തി മിൻ ദിറാഇൻ ഒരു ആടിന് എത്ര കയ്യ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പം അത് പിന്നെ
ചോദിച്ചത് ശരിയായ രീതിയല്ല. ആദ്യത്തെ വട്ടവും രണ്ടാമത്തെ വട്ടവും ചോദിച്ചില്ല. രണ്ട് മുൻകൈയാണല്ലോ ഉണ്ടാവുക. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദിച്ചു, എത്ര ആടിന് എത്ര ഈ കയ്യ ഉണ്ടാവുക? ആ ചോദ്യം ഒരു അദബുകേടാണ്. റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുമ്പോൾ കൊണ്ടുവരികയാണ് വേണ്ടത്, അതിന് വഴിപ്പെടണം. അത് വഴിപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വഴിപ്പെടാത്തതിൻ്റെ ഒരു ശൂന്യക്കേട് അവിടെ ദർശിക്കാനായി. കാരണം ഒരു മുഅ്ജിസത്ത് അവിടെ ദൃശ്യമായിരുന്നു, അതില്ലാതെയായി. അതുകൊണ്ടാണ് ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കുദറത്ത് കൊണ്ടാണോ നിലകൊള്ളുന്നത് ആ അല്ലാഹു തആലാന്റെ ഹഖിനെ തന്നെയാണ് സത്യം. ലൗ സകത്ത, ഈ അബീ ഉബൈദ് മിണ്ടാതെ ഇരുന്നിരുന്നുവെങ്കിൽ, ലൗ സകത്ത, നീ മിണ്ടാതെ ഇരുന്നിരുന്നുവെങ്കിൽ, ലനാവൽതനി, നീ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു, അദ്ദിറാ, ഈ കയ്യിനെ, ആടിൻ്റെ കയ്യിനെ, മാ ദഅൗതു, ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ. അത് നീ ഇല്ലാതെയാക്കി. ഞാൻ എന്നോട് ആവശ്യപ്പെടുമ്പോഴൊക്കെ നീ എങ്ങനെ കൊണ്ടുവന്നിരുന്നു. അത് അല്ലാഹു തആല അതിൽ ഒരു ദിറാഇൻ്റെ ശേഷം വേറെ ദിറാഇനെങ്ങനെ സൃഷ്ടിക്കും. അതങ്ങനെ വന്നിരുന്നു. പക്ഷേ ആ ചോദ്യം അത് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അൽ മവാഹിബുൽ ലദുന്നിയ, അതുപോലെ തന്നെ ജംഉൽ വസായിൽ, മുനാവി, അഷ്റഫുൽ വസായിൽ എന്നീ ഷർഹുകളിൽ പറഞ്ഞ വിശദീകരണമാണ് ഈ നൽകിയിട്ടുള്ളത്. 171 നമ്പർ ഹദീസ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഗൈലാന ഖാല ഹദ്ദസനാ അബു അഹ്മദ ഖാല ഹദ്ദസനാ മിസ്അറുൻ ഖാല സമിഅ്തു ശൈഖൻ മിൻ ഫഹ്മിൻ. മിസ്അർ എന്നൊരു പറയാണ്, ഞാൻ ഫഹ്മ് കബീലയിൽപ്പെട്ട ഒരു ഷെയ്ഖിനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിനു അബ്ദില്ലാഹി അബി റാഫിഇനിൽ ഫഹ്മി എന്നാണ്. ഫഹ്മ് ഒരു കബീലൻ്റെ പേരാണ്. ഖാല, ഷെയ്ഖ് പറയുന്നു, സമീഅ്തു അബ്ദുല്ലാഹി ബിൻ ജഅഫറിൻ, അബ്ദുല്ലാഹി ബിൻ ജഅഫറിനെ ഞാൻ കേട്ടു, യഖൂലു, അവർ പറയുന്നു, സമീഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്ത്? ഇന്ന അത്യബൽ ലഹമി ലഹ്മുൽ ലഹിരി, മാംസത്തിൽ ഏറ്റവും നല്ല രുചികരമായ നല്ല മാംസം എന്ന് പറയുന്നത് ലഹ്മുൽ ലഹിരി, മുതുകിൻ്റെ ഭാഗത്തുള്ള മാംസമാണ്. മാംസത്തിൽ ഏറ്റവും രസമുള്ളത് ആ മാംസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയത്തും ഈ മുതുകിൻ്റെ ഭാഗത്തുള്ള മാംസം ഭക്ഷിച്ചിരുന്നു. അത് അത്യബ് ലഹമായതുകൊണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഹദീസിൻ്റെ താല്പര്യം. 172 ഹദ്ദസനാ സുഫിയാൻ ബിനു വഖീഇൻ എന്ന് തുടങ്ങി അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, നിഅമൽ ഇദാമു അൽ ഖല്ലു, കൂട്ടാനിൽ വെച്ച് ഏറ്റവും നല്ലത്, കൂട്ടാൻ്റെ വർഗം വളരെ നല്ലത്, അൽ ഖല്ലു മഖ്സൂസും ബിൽ മദ്ഹ്, അൽ ഖല്ലു സുർക്കയാണ്. ഇത് മുമ്പ് പറഞ്ഞ വിഷയമാണ്. വീണ്ടും അത് ഇവിടെ ഒന്നും കൂടിയും വേറെ രൂപായത്തിലൂടെ ഉദ്ധരിച്ചു എന്ന് മാത്രം. അത് ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞത് എന്ന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ് അൻ ഉമ്മി ഹാനിഇൻ റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറയാണ്, ദഖല അലയ്യ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിച്ചു.
ഫഖാല എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അ ഇൻദകി ശൈഉൻ, നിന്റെ അടുക്ക വല്ലതും ഉണ്ടോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, ഇല്ലല്ലോ. ഇല്ലാ ഖുബുസുൻ യാബിസുൻ വഖല്ലുൻ, ഉണങ്ങിയ പത്തിരിയും സുറുക്കയും ഒഴികെ വേറൊന്നുമില്ല. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹാത്തി, അത് കൊണ്ടുവാ. അഴ്ത്തി എന്നർത്ഥം. അഹ്ലിരി ഐ മാ ഇൻദകി, നിന്റെ അടുക്കലുള്ള എന്താ വെച്ചാൽ കൊണ്ടുവാ. മാ അക്ഫറ ബൈത്തുൻ മിൻ ഉദുമിൻ ഫീഹി ഖല്ലുൻ എന്നാണ്. മാ അക്ഫറ ബൈത്തുൻ, ഒരു വീടും ഒഴിവായിട്ടില്ല, മിൻ ഉദുമിൻ, കൂട്ടാനിനെ തൊട്ട്. എങ്ങനത്തെ വീടാണ്? ഫീഹി ഖല്ലുൻ, ആ വീട്ടിൽ സുർക്കയുണ്ട്. അപ്പം സുർക്കയുള്ള ഏതൊരു വീടും കറിയെ തൊട്ട് ഒഴിവായിട്ടില്ല എന്നാണ്. അടുത്ത ഹദീസ് 174. عن أبي موسى الأشعري عن النبي صلى الله عليه وسلم قال, റസൂൽ പറയാണ്, ഫളു ആയിഷത്ത അലന്നിസായി, ആയിഷ ബീവിയുടെ ശ്രേഷ്ഠത മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് കഫളിൽ സരീരി അലാ സായിരി ത്വആമി, സരീദിനുള്ള ശ്രേഷ്ഠത പോലെയാണ് മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച്. സരീദ് ഇല്ലാത്ത മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് സരീദിനുള്ളതായ ശ്രേഷ്ഠത പോലെയാണ്. സരീദ് എന്ന് പറഞ്ഞാൽ പിന്നെ പൊട്ടിച്ച് ചാറിൽ മുക്കിയ റൊട്ടി എന്നർത്ഥം പറയാം. അപ്പോൾ അത് മാംസമുള്ള ചാറാവാം, മാംസമില്ലാത്തതാവാം. മാംസമുള്ളതാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. സരീദ് എന്ന് പറഞ്ഞാൽ വഹുവ അൽ ഖുബ്സുൽ മഅ്ദൂമു ബിൽ മർഖി, ചാറുകൊണ്ട് പുരട്ടപ്പെട്ടതായ പത്തിരി. സവാഉൻ കാന മഅൽ ലഹ്മി ഔ ലം യകുൻ, അത് മാംസത്തോടു കൂടെ ആവട്ടെ അല്ലാതെ ആവട്ടെ. ലാക്കിനിൽ അവലു അലദ്ദു വഅഖ്വ, പക്ഷേ മാംസമുള്ളതാവുമ്പോൾ കൂടുതൽ രസമുള്ളതും കൂടുതൽ ശക്തിയുള്ളതുമാണ്. വഹുവൽ അഗ്ലബു, അങ്ങനെ മാംസമുള്ള കറിയാണ് കൂടുതലും ഈ സരീദിൻ്റെ കൂടെ ഉണ്ടാവുക. ഇറച്ചിക്കറിയും പത്തിരിയും. അപ്പോൾ ഇറച്ചിക്കറി പുരട്ടിയതായ പത്തിരി, അത് മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള സ്ഥാനം പോലെയാണ്, ശ്രേഷ്ഠത പോലെയാണ് ആയിഷ ബീവിക്ക് മറ്റു സ്ത്രീകളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത. സരീദ് എന്ന മൻഹലിലൊക്കെ കാണുക ചാറു പുരട്ടിയ റൊട്ടി എന്നാണ്. സറദ എന്ന് പറഞ്ഞാൽ പിന്നെ സറത്തൽ ഖുബ്സ സർദൻ എന്ന് പറഞ്ഞാൽ വഹുവ അൻ തുഫത്തിത്തഹു, പത്രിയെ നീ കഷ്ണമാക്കുക, എന്നിട്ട് സുമ്മ തബുല്ലഹു ബി മർഖിൻ, അതിനെ കറി കൊണ്ട് നീ തേക്കുക, പുരട്ടുക, നനക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം മുനാവി ഉദ്ധരിച്ചിട്ടുണ്ട്. സറദയിൽ നിന്ന് പോന്നതാണ് സരീദ്. 170 ഹദീസ്. ഹദ്ദസനൽ ഹസൻ ബിൻ മുഹമ്മദിൻ സഅഫറാനിയു എന്ന് തുടങ്ങി അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി പറയുന്നു, മാ കാനത്തി ദിറാഉ അഹബ്ബൽ ലഹമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിറാഅ് ആടിൻ്റെ ഈ കയ്യ് ആയിട്ടില്ല
അഹബ്ബൽ ലഹമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട മാംസങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടില്ല. വലാകിന്നഹു എങ്കിലും റസൂലുള്ള കാന ലാ യജിദുൽ ലഹമ ഇല്ലാ ഗിബ്ബൻ. റസൂലുള്ള മാംസത്തെ എത്തിച്ചിരുന്നില്ല ഇല്ലാ ഗിബ്ബൻ ഇടയ്ക്കിടെ അല്ലാതെ. വകാന യഅ്ജലു ഇലൈഹ റസൂലുള്ള ഈ ദിറാഇലേക്ക് ഉളരും. ലി അന്നഹ അഅ്ജലുഹ നുദ്ജൻ, കാരണം അത് വേഗത്തിൽ വേവിക്കാവുന്ന ഒരു മാംസമാണത്, വേഗത്തിൽ വെന്ത് കിട്ടുന്ന മാംസമാണത്. മാംസങ്ങളിൽ നിന്ന് വേവിക്കലിനാൽ ഏറ്റവും എളുപ്പമുള്ളതാണ് അത്. അതുകൊണ്ട് റസൂൽ അതിലേക്ക് ഉളരുമായിരുന്നു. ഇവിടെ ഈ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ദിറാ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞതിനെ സംബന്ധിച്ച് ഇമാമുകൾ പറയുന്നു. വഖാല ഇബ്നു ഹജറിൻ വഹാദ ബിഹസ്ബി മാ ഫഹിമതുഹു ആയിഷത്തു റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി മനസ്സിലാക്കിയതനുസരിച്ചു കൊണ്ട് പറഞ്ഞതാണത്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. വകഅന്നഹ അറാദത്ത് തൻസീഹ മഖാമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൻ യകൂന ലഹു മൈലുൻ ലിശൈഇൻ മിനൽ മലാദി. രസമുള്ള വസ്തുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് റസൂലുള്ളാഹിക്ക് ഒരു ചായ്വുണ്ട് എന്നതിനെ തൊട്ട് റസൂലുള്ളാഹിന്റെ ആ വലിയ മഖാമ് സ്ഥാനം പരിശുദ്ധമായിട്ടുണ്ട്, അങ്ങനെയൊന്നും ആഗ്രഹം ഇല്ല എന്നാണ് ആയിഷ ബീവി ഉദ്ദേശിച്ചത് എന്ന് വെക്കണം. വല്ലദീ ദല്ലത്ത് അലൈഹിൽ അഖ്ബാർ, ഹദീസുകൾ അറിയിച്ച കാര്യം അന്നഹു കാന യുഹിബ്ബുഹു മഹബ്ബത്തൻ തബീഇയ്യത്തൻ ഗരീസിയ്യത്തൻ. റസൂലുള്ളാഹി ഈ ആടിൻ്റെ ഈ കയ്യിനെ, ആ ഭാഗം ഇഷ്ടപ്പെട്ടിരുന്നു. അതൊരു പ്രകൃതിപരമായി ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാവുന്ന ഒരു ഇഷ്ടമാണ്. അതിൽ വലാ മഹദൂറ ഫീ ദാലിക, അതിലൊരു ആക്ഷേപാർഹമായി ഒന്നും ഇല്ല. അന്നഹു മിൻ കമാലിൽ ഖിൽഖത്തി, ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതിപരമായ ആ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അതൊക്കെ. വൽ മഹദൂറുൽ മുനാഫിലിൽ കമാലി, പൂർണ്ണതയോട് എതിരായി വരുന്ന പ്രശ്നമായ കാര്യം അനാഉൻ നഫ്സി വജ്തിഹാദുഹാ ഫീ തഹ്സീലി ദാലിക. ഇത്തരത്തിലുള്ള ഈ ആടിൻ്റെ ഈ ദിറാ, ഈ കയ്യിൻ്റെ ഭാഗം, അതിനെ കരസ്ഥമാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു രസമുള്ള വസ്തുക്കളെ കരസ്ഥമാക്കുന്നതിൽ നഫ്സ് പ്രത്യേകം ഗൗനിക്കുക, പരിശ്രമിക്കുക. അതൊക്കെയാണ് ഈ പൂർണ്ണതയ്ക്ക് എതിരായ കാര്യങ്ങൾ. വതഅല്ലുമുഹ ലിഫഖദിഹി, അതില്ലാതെ വരുമ്പോൾ ആ നഫ്സിന് ഒരു പ്രയാസം, വേദന, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അത് പൂർണ്ണതയ്ക്ക് എതിര്. അല്ലാതെ പ്രകൃതിപരമായി ഒരാൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളോട് ആഗ്രഹമുണ്ടായി എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യം അല്ല എന്നാണ്. അപ്പോൾ ആയിഷ ബീവി മനസ്സിലാക്കിയതനുസരിച്ചു കൊണ്ടാണ് പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഈ പറഞ്ഞതുപോലെ പ്രകൃതിപരമായി ഇത്തരം സാധനങ്ങളോട്, ആടിൻ്റെ ദിറാഇനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 177 നമ്പർ ഹദീസ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഔലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ സഫിയ്യത. റസൂലുള്ളാഹി സഫിയ ബീവിയെ വിവാഹം ചെയ്ത ശേഷം വലീമത്തു നൽകി ബിതംബ്രിൻ, ഈത്തപ്പഴം കൊണ്ടും വസവീഖിൻ, സവീഖ് കൊണ്ടും. സവീഖ് എന്ന് പറഞ്ഞാൽ ഹുവ മാ യുഅ്മലു മിനൽ ഹിന്ദത്തി അവി ശഈരി എന്നാണ്. ഗോതമ്പ് മാവിനാലോ ബാർലിയാലോ ഉണ്ടാക്കപ്പെടുന്ന ഒരു പലഹാരം. അതും ഈത്തപ്പഴവുമാണ് വലീമത്തായി റസൂലുള്ളാഹി നൽകിയത്. 178 നമ്പർ ഹദീസ്.
حدثنا الحسين بن محمد البصري قال حدثنا الفضيل بن سليمان قال حدثني فائد مولى عبيد الله بن علي بن أبي رافع مولى رسول الله صلى الله عليه وسلم قال അവർ പറയാണ് حدثني عبيد الله بن علي عن جدته سلمى ഉബൈദുല്ലാഹി ബിൻ അലി എന്നവർ അവരുടെ വല്യമ്മ സൽമ ബീവിയെ തൊട്ട് അബി റാഫി എന്നവരുടെ ഭാര്യയാണ് ഈ സൽമ ബീവി. അന്നൽ ഹസന ബിന അലിയിൻ വബിന അബ്ബാസിൻ വബിന ജഅഫരിൻ ഇവരെല്ലാവരും കൂടി അതൗഹ അവര് ഈ സൽമ ബീവിയുടെ അടുത്ത് ചെന്നു. പക്ഷേ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമത്തും റസൂലുള്ളാഹിക്ക് ഭക്ഷണം പാകം ചെയ്തവരുമായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെന്നത്. ഫഖാലു ലഹ എന്നിട്ട് അവര് ഈ സൽമ ബീവിയോട് പറഞ്ഞു, ഇസ്നഈ ലനാ തആമൻ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി തരണം. മിമ്മാ കാന യുഇജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു ഭക്ഷണം നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് വയുഹ്സിനു അക്ലഹു മാത്രമല്ല റസൂലുള്ള അത് നന്നായി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഫഖാലത്ത് അപ്പോ ഈ സൽമ ബീബി പറഞ്ഞു, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, ലാ തസ്തഹീഹിൽ യൗമ ഇന്ന് അതിനെ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ഇന്ന് ജീവിതം വിശാലമായത് ഒരു ജീവിതമാണ്. മുമ്പുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ പോയിട്ടുണ്ട്. ജനങ്ങളൊക്കെ വഖദിഅ്താദന്നാസു അൽ അത്ഇമത്തൽ ലദീദത ജനങ്ങളൊക്കെ നല്ല രസമുള്ള ഭക്ഷണങ്ങൾ പതിവായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഖാലു എന്നാണ് പറയേണ്ടത്. അവര് എല്ലാവരും പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പറയേണ്ടത് പിന്നെ വെറും യാ ബുനയ്യ എന്നല്ല, ഇവിടെ ബഹുവചനമായിട്ട് പറയണ്ടേ. പക്ഷെ ഇവിടെ യാ ബുനയ്യ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഇവരിലെ ഏറ്റവും പ്രമുഖരായ ആള് ഹസൻ റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് എന്ന് വെക്കണം. അതല്ലെങ്കിൽ അവരൊക്കെ എല്ലാവരെയും ഒറ്റ ആളെപ്പോലെ കണ്ടുകൊണ്ട് യാ ബുനയ്യ എന്ന് പറഞ്ഞതാണ്, അങ്ങനെയും വെക്കാം എന്നൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അന്ന് കഴിച്ചിരുന്ന അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഇന്ന് ആഗ്രഹിക്കണ്ട, ഇന്നൊക്കെ കാലം മാറിയില്ലേ. ഭക്ഷണങ്ങളൊക്കെ നല്ല രസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു പതിവല്ലേ ജനങ്ങൾക്കുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഖാല ഈ പിന്നെ ഉബൈദുല്ലാഹി ബിൻ അലി എന്നവർ പറയാണ്, ഖാല അപ്പോൾ ഈ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല സംഗതിയൊക്കെ അങ്ങനെ തന്നെയാണ്, ഇസ്നഈഹി ലന നിങ്ങൾ ഞങ്ങൾക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി തരണം, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഖാല പിന്നെ ഇവർ പറയാണ്, ഫഖാമത്ത് അങ്ങനെ സൽമ ബീവി എഴുന്നേറ്റു, ഫഅഖദത്ത് അവർ പിടിച്ചു, മിൻ ശഈരിൻ ബാർലിയിൽ നിന്ന് അവർ എടുത്തു, ഫതഹനതുഹു അതിനെ അവർ കുഴച്ചു പൊടിച്ചു, എന്നിട്ട് സുമ്മ ജഅലതുഹു ഫി ഖിദ്രിൻ അതിനെ ഒരു ചട്ടിയിൽ ആക്കി, വസബ്ബ അലൈഹി ശൈഅൻ മിൻ സൈത്തിൻ അതിൻ്റെ മേൽ സൈത്ത് എണ്ണയിൽ നിന്നുള്ള ഒലീവെണ്ണയിൽ നിന്ന് അല്പം ചൊരിച്ചു അവർ. വദഖത്തിൽ ഫുൽഫുല അവർ കുരുമുളകിനെ പൊടിച്ചു. ഫുൽഫുൽ ഹബ്ബുൻ ഹിന്ദിയുൻ എന്നാണ് കുരുമുളക്. വത്തവാബില തവാബിൽ എന്ന കറി മസാലയും പൊടിച്ചു അവർ.
തവാബിൽ എന്ന കറി മസാല എന്നാണ് അതിൻ്റെ ഒറ്റ അർത്ഥം. വഹിയ അബ്സാറു തആമി എന്നാണ് ഭക്ഷണത്തിൻ്റെ മസാലകൾ. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ഇന്നഹ മുറക്കബത്തു മിനൽ കുസ്ബുറത്തി വസഞ്ചബീലി വൽ കുമൂനി. പിന്നെ കൊത്തമ്പാലി, ഇഞ്ചി, ജീരകം ഇവയൊക്കെ പൊടിച്ച ഒരു പിന്നെ കൂട്ടാണ്. അതൊരു കറി മസാല, അങ്ങനെ കറി മസാല. ഏതായാലും ഇതൊക്കെ പൊടിച്ചുണ്ടാക്കി ഫഖറബത്തുഹു ഇലൈഹിം, ഇതെല്ലാം കൂട്ടിയിട്ട് അതിനെ ഇവരിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു ഹാദാ മിമ്മാ കാന യുഅ്ജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ പെട്ടതാണ്. വയുഹ്സിനു അക്ലഹു, റസൂലുള്ളാഹി അതിനെ നന്നായി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത ഭക്ഷണം ഇതാണ്. അടുത്ത ഹദീസ് 175. അവിടെയും ഇതേ ഹദീസ് തന്നെയാണ്. ഫദ്ലു ആയിഷത്ത അലൻ നിസാഇ ക ഫദ്ലി സരീദി അലാ സായിരി ത്വആമി. അടുത്ത ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, 176 ആണ് നമ്പർ. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ തങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു. തവല്ലഅ, റസൂലുള്ള വുളൂ ചെയ്തതായിട്ട് മിൻ അകിലി സൗരി അഖിത്തിൻ, പാൽക്കട്ടിയുടെ ഒരു കഷ്ണം ഭക്ഷിച്ചതിനാൽ. സുമ്മ റആഹു, പിന്നെ അബൂ ഹുറൈറ റസൂലുള്ളാഹിനെ കണ്ടു. അകല, റസൂലുള്ള ഭക്ഷിക്കുന്നതായിട്ട് മിൻ കത്തിഫി ഷാത്തിൻ, ഒരു ആടിൻ്റെ പെരടിയിൽ നിന്ന്. സുമ്മ സല്ല, പിന്നെ റസൂല നിസ്കരിച്ചു. വലം യത്തവല്ല, റസൂല വുളൂ ചെയ്തില്ല. പിന്നെ ഇവിടെ മിൻ അജലി സൗറ് എന്ന് പറഞ്ഞാൽ ഖിത്അത്ത് എന്നാണ്. മിൻ അജലി അഖിലി ഖിത്അത്തിൻ മിനൽ അഖിത്തി. അഖിത്ത് എന്ന് പറഞ്ഞാൽ വഹുവ ലബനുൻ യുജ്മദു ബിന്നാരി, തീയിൽ ചൂടാക്കി കട്ടിയാക്കിയ പാല്. സൗറ് എന്ന് പറഞ്ഞാൽ ഖിത്അത്തു മിനൽ അഖിത്തി, ഈ പാൽക്കട്ടിയിൽ നിന്നുള്ള ഒരു കഷ്ണം. അപ്പം അത് ഭക്ഷിച്ച ശേഷം റസൂലുള്ള വുളൂ ചെയ്തു. എന്നാൽ ഈ ആടിൻ്റെ ഈ കത്തിഫിൽ നിന്ന് ഭക്ഷിച്ച നബി തങ്ങൾ വുളൂ ചെയ്യാതെ നമസ്കരിച്ചു. ഇവിടെ തീ സ്പർശിച്ച ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ വുളൂ ചെയ്തുവെന്നും മറ്റൊന്ന് അതേ നിലക്ക് തീ സ്പർശിച്ച ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ വുളൂ ചെയ്തിട്ടില്ല എന്നുമാണ്. രണ്ടിനെയും കൂടി ജമ്മ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ ആ വുളൂ കൊണ്ട് ഉദ്ദേശം ലഗവിയായ മാന ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മുൻകൈ കഴുകി എന്നർത്ഥം. രണ്ടാമത്തെ വുളൂ എന്ന് പറഞ്ഞാൽ ശർഈയായ മാനാക്ക് ആ അർത്ഥത്തിലും വുളൂ ചെയ്തു, നിസ്കരിക്കാൻ വേണ്ടിയുള്ള വുളൂ. വബഅദുഹും ജഅലഹു ഫീഹിമാ ബിൽ മാന ശർഈ, രണ്ട് സ്ഥലത്തും ശർഈയായ മാനാക്കുള്ള വുളൂ എന്ന് വെക്കാം. അപ്പോൾ ആദ്യം റസൂലുള്ള വുളൂ ചെയ്തു, രണ്ടാമത്തോടത്ത് വുളൂ ചെയ്തില്ല. ഇത് ഇഷാറത്തും വ തംബീഹുൻ അലാ അന്നഹു മുസ്തഹബുൻ ലാ വാജിബുൻ. തീ സ്പർശിച്ച ഒരു ഭക്ഷണം കഴിച്ചാൽ, വുളൂ ഉള്ള ഒരാൾ കഴിച്ചാൽ പിന്നെ വുളൂ നിസ്കരിക്കാൻ വുളൂ എടുക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല എന്ന് ഉണർത്താനും സൂചിപ്പിക്കാനുമാണ് റസൂലുള്ള ഇങ്ങനെ ചെയ്തത് എന്ന് രണ്ട് സ്ഥലത്തും വുളൂഇന് ശർഈയായ ആ അർത്ഥം കൽപ്പിക്കുമ്പോൾ, സാക്ഷാൽ നിസ്കാരത്തിനുള്ള വുളൂ എന്ന അർത്ഥം വെക്കുമ്പോൾ ഈ നിലക്ക് അതിനെ ജമ്മ് ചെയ്യാറുണ്ട്. 179 നമ്പർ ഹദീസ് അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അതാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മൻസിലിന, അല്ലാഹുവിൻ്റെ റസൂല് ഞങ്ങളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഫദബഹ്നാ ലഹു ഷാത്തൻ, അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആടറുത്തു. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു കഅന്നഹും അലിമു അന്നാ നുഹിബ്ബുൽ ലഹ്മ. ഈ ജാബിർ
കുടുംബം അവര് മനസ്സിലാക്കിയതുപോലെയുണ്ട്, അറിഞ്ഞതുപോലെയുണ്ട് നമ്മൾ മാംസത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന്. ഹൈസു അള്ളാഫുന ബിഹി, ഈ ആട് മാംസം കൊണ്ടാണ് നമ്മളെ അവർ സൽക്കരിച്ചത്. വഖസദ ബിദാലിക തൈനീസഹും വജബ്റ ഖവാതിരിഹിം, റസൂലുള്ള ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർക്കൊരു ഈനാസ് കിട്ടലാണ്, അവരുടെ മനസ്സിനെ ഒന്ന് നന്നാക്കുക, അവർക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുക. കാരണം അവരെ ഒരു പുകഴ്ത്തി പറയലാണല്ലോ അത്. അല്ലാതെ ലാ ഇൽഹാറു ശഗഫി ബില്ലഹമി, മാംസത്തിനോട് റസൂലുള്ളാഹിക്കുള്ള ആ ആർത്തി ഒളിവാക്കിയതല്ല. വൽ ഇഫ്രാത്തു ഫി ഹുബ്ബിഹി, മാംസത്തിനോടുള്ള ആ ഇഷ്ടത്തിലുള്ള അമിതമായ ഇഷ്ടം അത് വെളിവാക്കിയതുമല്ല അത്. വയുഖദു മിൻഹു അന്നഹു യൻബഗി ലിൽ മുളീഫി, ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും ഒരു അതിഥിയെ സൽക്കരിക്കുന്നവൻ അത്യാവശ്യമാണ് യുഹാഫിള അലാ മാ യുഹിബ്ബുഹു ലൈഫു ഇൻ അറഫഹു, ലൈഫിനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് പിന്നെ നൽകലിൻ്റെ മേൽ സൂക്ഷിക്കുക, നമുക്ക് അത് അറിയുമെങ്കിൽ. വലില്ലൈഫി അൻ യുഖ്ബിറ ബിമാ യുഹിബ്ബുഹു മാ ലം യൂഖിഇൽ മുളീഫ ഫി മശഖത്തി, ലൈഫിൻക്ക് അതിഥിക്ക് ഓനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് അറിയിക്കൽ പറ്റും. മറ്റോനെ ഈ സൽക്കരിക്കുന്നവനെ വിഷമത്തിൽ സംഭവിപ്പിക്കലില്ലെങ്കിൽ, ഓനെ വിഷമത്തിലാക്കൂല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ഇന്നതാന്നൊക്കെ പറയൽ വിരോധമില്ല, അതും ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. ഓനക്കങ്ങനെ പറയാം എന്ന്. വഫിൽ ഹദീസ് ഖിസ്സത്തുൻ, ഈ ഹദീസിൽ നീണ്ട ഒരു സംഭവം ഉണ്ട്. ഇത് ഖന്തഖ് യുദ്ധത്തിലാണ് ഈ സംഭവം ഉള്ളത്. അടുത്ത ഹദീസ് അൻ ഉമ്മുൽ മുൻദിർ, ഇത് റസൂലുള്ളാഹിന്റെ ഇളയമാരിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ദഖല അലയ്യ ഖാലത്ത്, അവർ പറയുന്നു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മേൽ റസൂലുള്ള പ്രവേശിച്ചു. വ മഅഹു അലിയുൻ, റസൂലുള്ളാഹിന്റെ കൂടെ അലി ഇബ്നു അബി താലിബ് തങ്ങളും ഉണ്ടായിരുന്നു. വ ലന, ഞങ്ങൾക്കുണ്ടായിരുന്നു അന്ന് ദവാലിൻ മുഅല്ലഖത്തുൻ, ഈ ബന്ധിക്കപ്പെട്ട ഈത്തപ്പന കുല ഉണ്ടായിരുന്നു. ഈത്തപ്പന കുല അങ്ങനെ കെട്ടിത്തൂക്കുക. അപ്പോൾ അത് പിന്നെ കരിമ്പഴുപ്പാകുമ്പോൾ യുക്കുത്തഴുതാ ബുസ്ലിൻ സുമ്മ യു അല്ലക്കു, കരിമ്പഴുപ്പാകുമ്പോൾ മുറിക്കുക, എന്നിട്ട് അതിനെ കെട്ടിത്തൂക്കുക. അത് ഫൈദ അർത്തബ അക്കല ഉക്കില, അപ്പം അത് പഴുത്ത് വന്നാൽ അതിനെ ഭക്ഷിക്കപ്പെടും. ഇനി ഈ ദവാലി എന്ന് പറഞ്ഞാൽ അവിടെ മുന്തിരി എന്നും അർത്ഥമുണ്ട്. ഇങ്ങനെ മുന്തിരി അതിൻ്റെ മരത്തിൽ തന്നെ ബന്ധിക്കപ്പെട്ടത്. കാലത്ത് ഈ ഉമ്മുൽ മുൻദിർ പറയാണ്, ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ള ആരംഭിച്ചു യഅ്കുലു, ഭക്ഷിക്കാൻ. വ അലിയുൻ മഅഹു യഅ്കുലു, അലി റളിയല്ലാഹു അൻഹുവും കൂടെ ഭക്ഷിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനോട്, മഹ്, നിങ്ങൾ തീറ്റ നിർത്തൂ, യാ അലിയു, അലിയെ, ഫഇന്നക നാഖിഹുൻ, കാരണം നിങ്ങൾ രോഗം ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. അലി റളിയല്ലാഹു അൻഹു രോഗബാധിതനായിരുന്നു, അത് സുഖപ്പെട്ടു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് രോഗം ഇനിയും മൂർച്ഛിക്കും, അതുകൊണ്ട് നിങ്ങൾ അത് ഭക്ഷിക്കണ്ട, ഇപ്പോൾ
നിർത്താൻ വേണ്ടി പറഞ്ഞു. ഖാലത്ത് ഉമ്മുൽ മുൻദിർ പറയുന്നു, ഫജലസ അലിയുൻ, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇരുന്നു തീറ്റ നിർത്തി. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു, റസൂലുള്ള ഭക്ഷിക്കാൻ തുടങ്ങി. റസൂലുള്ള ഭക്ഷണം ഭക്ഷിക്കൽ തുടർന്നു. ഖാലത്ത് ഉമ്മുൽ മുൻദിർ പറയുന്നു, ഫജഅൽതു ലഹും, അങ്ങനെ ഇവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി സിൽഖൻ വ ശഈറൻ, ബീറ്റ്റൂട്ടിനെയും ബാർലിയെയും. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനോട്, മിൻ ഹാദാ ഫഅസിബ്, ഇതിൽ നിന്ന് നീ ഭക്ഷിച്ചോ. അപ്പോൾ ഫഇന്ന ഹാദാ ഔഫഖു ലക, കാരണം ഇത് നിനക്ക് ഏറ്റവും യോജിച്ചതാണ്. ഈ രോഗം സുഖപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, അത്തരം രോഗത്തിന് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഇത്, അതുകൊണ്ട് ഇത് നീ ഭക്ഷിച്ചോ എന്ന് പറഞ്ഞു. അടുത്ത ഹദീസ് അതും അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പുറപ്പെട്ടു. അന മഅഹു, യത്രത്തിൽ ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെയുണ്ട്. ഫദഖല അല ഇംറഅത്തിൻ മിനൽ അൻസാർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മേൽ പ്രവേശിച്ചു, ആ വീട്ടിലേക്ക് ചെന്നു. ഫദബഹത് ലഹു ഷാത്തൻ, അപ്പോൾ ആ സ്ത്രീ അവർക്ക് വേണ്ടി ഒരു ആടിനെ അറുത്തു. ഫഅകല മിന്ന, റസൂലുള്ള അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് സ്ത്രീക്ക് അറവ് അനുവദനീയമാണ് എന്ന് പിടിച്ചെടുക്കപ്പെടും. കാരണം ഇതിൻ്റെ ലാഹിർ അവർ സ്വന്തമായി അറുത്തു എന്നുള്ളതാണ്. ഇനി അറക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നുമാണ് ഈ അർത്ഥം വെക്കുക. അങ്ങനെ അതതുഹു ബിഖിനാഇൻ മിൻ റുതബിൻ, അവര് കൊണ്ടുവന്നു റസൂലുള്ളാഹിയിലേക്ക് ബിഖിനാഇൻ, ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണ തളികയെ, മിൻ റുതബിൻ, ഈ പഴുത്ത ഈത്തപ്പഴത്തിനാൽ. അപ്പം അതിൽ ഈത്തപ്പഴമുണ്ട്. ഫഅകല മിന്നു, റസൂലുള്ള അതിൽ നിന്ന് ഭക്ഷിച്ചു. സുമ്മ തവല്ലഅ ലിദ്ദുഹ്രി, പിന്നെ ളുഹർ നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ള വുളൂ ചെയ്തു. സുമ്മൻ സറഫ, പിന്നെ റസൂലുള്ള അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. ഫഅതത്ഹു, പിന്നെ ഈ സ്ത്രീ റസൂലുള്ളാഹിയിലേക്ക് കൊണ്ടുവന്നു. ബി ഉലാലത്തിൻ മിൻ ഉലാലത്തി ഷാത്തി, നേരത്തെ അറുത്ത് പാകം ചെയ്തിരുന്ന ആട്ടിൻ്റെ ആ ബാക്കിയുള്ളതിൽ നിന്നുള്ള ബാക്കിയെ കൊണ്ടുവന്നു, അവശിഷ്ടത്തെ കൊണ്ടുവന്നു എന്നാണ്. ഉലാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ബഖിയത്ത് എന്നാണ്, ബാക്കി ഉണ്ടായിരുന്നത്. ഫഅകല, അങ്ങനെ റസൂലുള്ള ആ കൊണ്ടുവന്ന മാംസവും ഭക്ഷിച്ചു. സുമ്മ സല്ലൽ അസ്റ, പിന്നെ റസൂലുള്ള അസ്ർ നമസ്കരിച്ചു. പക്ഷേ വലം യതവല്ല, റസൂലുള്ള വുളൂ ചെയ്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞ വുളൂ ഒന്നുകിൽ കൈ കഴുകി എന്നർത്ഥം വെച്ചാൽ മതി, ലുഗവിയായ വുളൂ. രണ്ടാമത്തെ വുളൂ ശർഇയായ വുളൂ. ഇനി രണ്ടും ശരിയായ വുളൂ തന്നെയാണ് എന്ന് വെച്ചാലും വിരോധമില്ല. വുളൂ ചെയ്യൽ സുന്നത്താണ്, നിർബന്ധം ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വുളൂ ചെയ്തതും പിന്നെ വുളൂ ചെയ്യാതിരുന്നതും. അങ്ങനെയുള്ള നേരത്തെ ഒരു ജംഅ് ചെയ്തു പറഞ്ഞത്. അൻ ആയിഷത്ത ഉമ്മിൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹാ അന്നഹ ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ അടുത്ത് വരും.
ഫയഖൂലു എന്നിട്ട് റസൂലുള്ള ചോദിക്കും, അഇന്ദക്കി ഖദാഉൻ, നിന്റെ അടുക്കൽ പിന്നെ പ്രഭാത ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫഅഖൂലു ഇല്ല, ഞാൻ പറയും ഇല്ല എന്ന് പറയും. ഫയഖൂലു, അപ്പോൾ റസൂലുള്ള പറയും, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അപ്പം അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ള നോമ്പ് വെൽക്കും. പിന്നെ നീയത്ത് വെച്ചിട്ട് നോമ്പ് വെൽക്കുക, അന്നത്തെ ദിവസം നോമ്പ് വയ്ക്കാറോ. കാലത്തെ ആയിഷാബി പറയുന്നു, ഫാത്താനി യൗമൻ, എന്നിലേക്ക് റസൂൽ ഒരു ദിവസം വന്നു. ഫഖുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാൻ റസൂലെ, ഇന്നഹു ഉഹിദിയത്ത് ലന ഹദിയത്തും, നിശ്ചയം നമുക്ക് ഒരു ഹദിയായി നൽകപ്പെട്ടിട്ടുണ്ട്. ഖാല, റസൂൽ ചോദിച്ചു, വമാഹിയ, അത് എന്താണ് ഹദിയ? ഖുൽത്തു, ഞാൻ പറഞ്ഞു, ഹൈസുൻ, ഹൈസാണ്. ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അമാ അറിയണം, ഇന്നി അസ്ബഹത്തു സായിമ, ഞാൻ നോമ്പുകാരനായിട്ടാണ് പ്രഭാതത്തിൽ, നോമ്പുകാരനായി നേരം പുലർന്നവരാണ്. കാലത്ത് ആയിഷാബി പറയുന്നത്, സുമ്മ അക്കല, പിന്നെ റസൂലുള്ള ഭക്ഷണം കഴിച്ചു. ഇതിൽ നിന്ന് സുന്നത്ത് നോമ്പിൽ നിന്ന് പുറപ്പെടൽ അനുവദനീയമാണെന്ന് വ്യക്തമാക്കലുണ്ട്. ഇത് ഷാഫി മദ്ഹബ് അത് തന്നെയാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നതും അങ്ങനെയാണ്. ഇതിന് ഉപോത്ബലകമായി ഹദീസുമുണ്ട്. അസ്സായിമുൽ മുത്തത്തബ്ബിഉ അമീറു നഫ്സിഹി ഇൻഷാ അസാമ വ ഇൻഷാ അഫ്തറ. സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നവൻ അവൻ്റെ ശരീരത്തിൻ്റെ അമീർ ഓൻ തന്നെയാണ്. അവൻക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോമ്പ് നോൽക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മുറിക്കുകയും ചെയ്യാം. അബൂ ഹനീഫ തങ്ങളുടെ സുന്നത്ത് നോമ്പാണെങ്കിൽ ഉൾറൊന്നുമില്ലെങ്കിൽ അത് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റിവായത്തിൽ ഖളാ നിർബന്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളും മുറിക്കൽ പാടില്ല ഉൾർ ഉണ്ടായാലൊഴികെ എന്ന വീക്ഷണമാണ് ഉള്ളത്. ഹൈസ് എന്ന് പറഞ്ഞാൽ ധാന്യമാവും കാരക്കയും നെയ്യും തൈരും ചേർത്തുണ്ടാക്കിയ ഒരു പലഹാരം എന്നാണ് മൻഹരിൽ അർത്ഥമുള്ളത്. വഹുവ തംറു മഅ സമ്നി വൽ അഖിത്ത്, ഈത്തപ്പഴം, നെയ്യോടു കൂടെയും പാൽക്കട്ടിയോടു കൂടെയും ഉള്ള ഈത്തപ്പഴം. അപ്പോൾ നെയ്യും പാൽക്കട്ടിയും ചേർത്ത് ഈത്തപ്പഴവും കൂട്ടി ഉണ്ടാക്കിയ ഒരു വിഭവം എന്ന് പറയാം. അടുത്തത്, അൻ യൂസുഫ ബിനി അബ്ദില്ലാഹി ബിനി സലാമിൻ ഖാല റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. അഖദ കിസ്റതൻ മിൻ ഖുബ്സി ശഈരി, ശഈറിൻ്റെ പത്രിയിൽ നിന്നുള്ളതായ ഒരു കഷ്ണത്തെ റസൂലുള്ള പിടിച്ചു. ബാർലിയുടെ പത്രിയിൽ നിന്ന് ഒരു കഷ്ണം. ഫവളഅ അലൈഹ തംറത്തൻ, അങ്ങനെ അതിൻ്റെ മേൽ റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴത്തെ വെച്ചു. വഖാല, റസൂലുള്ള പറയുകയും ചെയ്തു, ഹാദിഹി ഇദാമു ഹാദിഹി, ഇത് ഈ ഈത്തപ്പഴം എന്നുള്ളത് ഈ ഒരു കഷ്ണം പത്രിക്കുള്ളതായ കറിയാണ്. എന്നിട്ട് വാക്കല റസൂലുള്ള അത് ഭക്ഷിക്കുകയും ചെയ്തു. അടുത്ത ഹദീസ്, അൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന യുഅ്ജിബുഹു സുഫ്ലു, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതായിരുന്നു സുഫ്ല്. സുഫ്ല് എന്ന് പറഞ്ഞാൽ കാല അബ്ദുല്ലാഹി, ഈ മുസന്നിഫിൻ്റെ ഷെയ്ഖാവുന്ന അബ്ദുള്ള പറയാണ്, യഅനി മാ ബഖിയ മിനത്ത് തആമി, ഇവിടെ സുഫ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് ശേഷിച്ച ഒന്നിനെയാണ്. യഖ്സുദു അനസുൻ ബിസ്സുഫ്ലി
മാ ബഖിയ മിനത്താമി ഫി അസാഫിലിൽ ഖദിരി വല്ലുറൂഫി. പാത്രങ്ങളുടെയും ചട്ടിയുടെയും താഴ്ഭാഗത്തിൽ അവശേഷിച്ച ഭക്ഷണം, പ്ലേറ്റ് അതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ അവസാനമായിട്ടുണ്ടാകുന്ന ആ അടിയിലുള്ള ആ ലാസ്റ്റ് ഭക്ഷണം. മട്ട്, ഊറൽ എന്നൊക്കെ നിഘണ്ടുകളിൽ അർത്ഥം കാണാൻ കഴിയും സുഫിലിന്. ഏതായാലും ഈ പാത്രത്തിൻ്റെ അടിയിലുള്ള ആ ശേഷിച്ച ഭക്ഷണം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് സാരം. ജംഉൽ വസായിൽ, മുനാവി, അൽ മവാഹിബുൽ ലദുനിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിശദീകരണമാണ് ഈ പറഞ്ഞത്.